നമസ്കാരം. ഫുഡ് ആൻഡ് മൂവിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KFC അഥവാ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ ഇതൊരു വിദേശ വിഭവമാണ്, നമുക്കെല്ലാം അറിയാം. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇത്തവണ നമ്മൾ അവതരിപ്പിക്കുന്നത്. അതിന് വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നമ്മൾ ശരിക്കും KFC എന്ന് പറയുമെങ്കിലും ഇത് KFC പോലെ ഒരു ചിക്കനാണ്. നമ്മൾ അതുപോലെ ഒരിക്കലും, കാരണം അവരുടെ ആ ഒരു ട്രേഡ് സീക്രട്ട് വെളിപ്പെടുത്താത്തടത്തോളം കാലം അതേപോലെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. എങ്കിലും നമുക്ക് കേരളീയർക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മളിത് KFC ചിക്കൻ എന്ന് പറയുന്നത്. ചിക്കൻ നമ്മൾ വളരെ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം മസാലകൾ ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യമുണ്ട്. മസാലകൾ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണെന്ന്. കാശ്മീരി ചില്ലി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്. ഈ ചിക്കൻ ഒന്ന് വരഞ്ഞെടുക്കണം. ഇങ്ങനെ ചെറിയ ചെറിയ ഒന്ന് സ്ലിറ്റ് ചെയ്യണം. ഇത് ഈ രീതിയിൽ ഒന്ന്. നമുക്ക് ഏകദേശം ഒരു 3/4 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 200 ഗ്രാം മൈദ ഒന്ന് ചേർക്കണം. ഒരു 100 ഗ്രാം കോൺഫ്ലോറാണ് നമ്മൾ ചേർക്കുന്നത്. കോൺഫ്ലോറും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കാം. അപ്പം ഇതൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. ഇതിൽ വെള്ളം ഒഴിക്കണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ചിക്കനിൽ അത്യാവശ്യം വെള്ളം ഒക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടല്ലോ. ചിക്കൻ ഓരോന്നോരോന്നെടുത്ത് ഇതിലിടുക. ഇട്ടിട്ട് ഒന്ന് ഇളക്കി പിടിപ്പിക്കണം. സാധാരണ ഇത് ഇങ്ങനെ പുരട്ടിയിട്ട് കുറേ നേരം വെക്കേണ്ടതാണ്. കാരണം അത് ഉള്ളിലേക്കൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വരഞ്ഞിട്ടുണ്ട്, എങ്കിലും ഉള്ളിലേക്കും അതിന് മസാല ഉപ്പുമൊക്കെ ശരിക്കും പിടിക്കാൻ വേണ്ടി. ഇതാണ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. അതൊരു ഒരു ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നതാണ്. എന്നിട്ട് അതും ഇതിനോടൊപ്പം തന്നെ ശരിക്കും ചേർത്ത് പിടിപ്പിക്കണം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ. വെള്ളം ചേർക്കണ്ട. ഇനി നമുക്ക് ഒരു നാരങ്ങ, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ. നാരങ്ങ ഒന്ന് പിഴിയണം. ഒരു 2 നാരങ്ങ ശരിക്കും നാരങ്ങയുടെ നീര് വേണ്ടതാണ് ഇതിലേക്ക്. ചില ആൾക്കാർ നാരങ്ങയ്ക്ക് പകരം വിനാഗിരി ചേർക്കാറുണ്ട്. മൈദയും കോൺഫ്ലോർ ഉള്ള മിശ്രിതത്തിലേക്ക് നമ്മൾ മുളകും ഗരം മസാലയും ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. 3 മുട്ട നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്, പൊട്ടിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് അതും വൃത്തിയായിട്ട് നമ്മൾ ഒന്ന് കുഴച്ച് എടുക്കണം. നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. ഇത് സ്റ്റൗ ഒന്ന് കത്തിക്കാം. എന്നിട്ട് പാത്രം ചട്ടി വെക്കുന്നു. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു 1/2 ലിറ്റർ മാക്സിമം. അതായത് ഓട്സാണിത്, ഓട്സ്. ഈ ഓട്സ് നമ്മൾ ഇത് പൊരിക്കുമ്പോൾ ചിക്കൻ നമ്മൾ ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം എല്ലാം അതിൻ്റെ എല്ലാം പിടിച്ചിട്ടുണ്ട്. ഈ ചിക്കൻ ഒന്ന് എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് മുക്കണം. എല്ലാ ഭാഗത്തും, ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ ഓട്സിൻ്റെ തരികൾ വരുന്ന രീതിയിൽ നമ്മളൊന്ന് പിടിപ്പിക്കണം. ഇപ്പോൾ ഏകദേശം ഇതെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇടുകയാണ്. അടുത്ത ഇത് എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ.
ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ അധികമാകരുത്, ചെറിയ തീയിലേ ഇടാവൂ. കാരണം വലിയ തീ കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിയ മാത്രമല്ല ഉള്ളിലുള്ള ഇറച്ചി വേവുകയില്ല. അപ്പോൾ അതുകൊണ്ട് ആ തീ വളരെ കുറച്ചിട്ടിട്ട് ശരിക്കും ഉള്ളിലേക്ക് കിട്ടുന്ന രീതിയിലേക്ക് വേണം നമ്മൾ ഇത് ചെയ്യാൻ. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ശരിയായിട്ടുണ്ട്. നമ്മൾ അതൊന്ന് മറിച്ചിടുകയാണ്. അങ്ങനെ ബ്രൗൺ കളർ ആകുന്നുണ്ട്. ഈ ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമ്മളിത് കോരി എടുക്കേണ്ടത്. ശരിക്കും ആ തീ ചെറിയ തീ ആയതുകൊണ്ടാണ് ചെറിയ ഇതൊക്കെ നമ്മളത് ആയി വരുത്തുള്ളൂ. കാരണം ഉള്ളിലേക്കുള്ള ഇറച്ചിയും ഒക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. ഏകദേശം ഇത് ശരിയായി ഇട്ടുണ്ട്. ഇത് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. പാത്രത്തിലേക്കൊന്ന് കോരാം. അത് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ മുക്കി വെച്ചിരുന്നതാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഏകദേശം ശരിയായിട്ടുണ്ട്. കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ടത്. നമ്മളിതൊന്ന് കോരിയെടുക്കുകയാണ്. അടിപൊളി KFC ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ വിഭവം വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. എല്ലാവരും ഈ വിഭവം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീട്ടിലൊക്കെ ആരെങ്കിലും ഗസ്റ്റുകൾ വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വ്യത്യസ്തമായ ഈ ഒരു വിഭവം തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ഇനി മറ്റൊരു വീഡിയോയുമായി ഉടൻ എത്തുന്നതാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു. രുചിയും ഗുണങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണ് ഈ KSF. KSF അല്ല KFC.